രാഹുൽ രാജിവെച്ചാൽ നിയമസഭയ്ക്ക് 1 വർഷം കാലാവധി ബാക്കിയില്ലെന്ന കാരണത്താൽ പാലക്കാട്ട് ഉപതിരഞ്ഞെടുപ്പ് നടത്താൻ ജനപ്രാതിനിധ്യ നിയമപ്രകാരം വ്യവസ്ഥയില്ല. എന്നാൽ ഹരിയാനയിലെ കർണാൽ ഉപതിരഞ്ഞെടുപ്പ് കേസിൽ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതിയുടെ വിധി ഇതിനു വിരുദ്ധമായിരുന്നു. പ്രത്യേക സാഹചര്യങ്ങൾ കണക്കിലെടുത്ത് 1 വർഷമാണെങ്കിലും ഉപതിരഞ്ഞെടുപ്പ് നടത്താമെന്നാണ് ഈ കേസിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെയും വാദം. ഈ വിധി സുപ്രീം കോടതി ഇടക്കാല ഉത്തരവിലൂടെ സ്റ്റേ ചെയ്തെങ്കിലും ഉപതിരഞ്ഞെടുപ്പ് നടത്താനുള്ള കമ്മീഷന്റെ അധികാരത്തെ ചോദ്യം ചെയ്തിട്ടില്ല. തിരഞ്ഞെടുപ്പിന്റെ പ്രസക്തി നിശ്ചയിക്കാനുള്ള അധികാരം തെരഞ്ഞെടുപ്പ് കമ്മീഷനാണെന്ന വ്യാഖ്യാനത്തിനാണ് ആധികാരികതയെന്ന നിയമോപദേശമാണ് കോൺഗ്രസിന് ബിജെപിക്ക് സ്വാധീനമുള്ള മണ്ഡലമെന്ന് കണക്കിലെടുത്ത് തിരഞ്ഞെടുപ്പിനു കേന്ദ്രം കളമൊരുക്കുമോ എന്ന ആശങ്ക കോൺഗ്രസിനുണ്ട്. പാലക്കാട് ഉപതിരഞ്ഞെടുപ്പിലേക്ക് നീങ്ങിയ CPI-യിലെ വാഴൂർ സോമൻ അന്തരിച്ചതുമൂലം ഒഴിവുവന്ന പീരുമേട്ടും ഉപതിരഞ്ഞെടുപ്പ് വേണ്ടിവരും. വാഷിംഗ്ടൺ യുക്രൈനുമായുള്ള യുദ്ധം അവസാനിപ്പിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണ് ഇന്ത്യക്കെതിരെ 50% താരിഫ് പ്രഖ്യാപിച്ചതെന്ന് US വൈസ് പ്രസിഡന്റ് JD വാൻസ്. യുദ്ധം നിർത്തുന്നതിന് റഷ്യയെ നിർബന്ധിക്കാൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സ്വീകരിച്ച മാർഗമാണ് ഉയർന്ന തീരുവ നടപടിയെന്നും വാൻസ് പറഞ്ഞു. നടപടിയിലൂടെ ആക്രമണാത്മക സാമ്പത്തിക സ്വാധീനമാണ് ട്രംപ് ലക്ഷ്യമിടുന്നതെന്നും അസംസ്കൃത എണ്ണ വിറ്റ് റഷ്യ കൂടുതൽ സമ്പന്നരാകുന്നത് ബുദ്ധിമുട്ടാകുമെന്നും വാൻസ് പറഞ്ഞു. യുക്രൈനിലെ റഷ്യയുടെ സൈനിക പ്രവർത്തനങ്ങൾ തടയുന്നതിനുള്ള സമ്മർദ്ദ തന്ത്രമായി ട്രംപിന്റെ ദ്വിതീയ തീരുവ നീക്കത്തെ വാൻസ് വിലയിരുത്തി. ഇന്ത്യ റഷ്യയിൽ നിന്ന് വിലക്കുറവിൽ എണ്ണ വാങ്ങുന്നതിൽ ട്രംപ് സർക്കാർ നേരത്തെ തന്നെ എതിർപ്പ് പ്രകടിപ്പിച്ചിരുന്നു. അതേസമയം റഷ്യൻ എണ്ണ വാങ്ങുന്ന പ്രധാന രാജ്യമായ ചൈനയെ വിമർശിക്കുന്നതിൽ നിന്ന് ട്രംപ് വിട്ടുനിൽക്കുകയാണെന്ന വിമർശനവും ഒരു ഭാഗത്ത് ഉയരുന്നുണ്ട്. റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിന് ട്രംപിന് സാധിക്കുമെന്നും വാൻസ് ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചു. ഇന്ത്യക്കുമേൽ ഉയർന്ന താരിഫ് പ്രഖ്യാപിച്ചതിലൂടെ ട്രംപിനുള്ള റഷ്യയുടെ സന്ദേശം വ്യക്തമാണെന്നും വാൻസ് വിശദീകരിച്ചു. യുദ്ധം അവസാനിപ്പിച്ച ആഗോള സമ്പദ് വ്യവസ്ഥ മെച്ചപ്പെടുത്താൻ റഷ്യയ്ക്ക് കഴിയുമെന്നും എന്നാൽ യുക്രൈനെതിരെ ആക്രമണം തുടർന്നാൽ അവരെ ഒറ്റപ്പെടുത്തേണ്ടി വരുമെന്നും വാൻസ് മുന്നറിയിപ്പ് നൽകി. രായ്പൂർ സാമ്പത്തികമായി ദുർബലമായ കാലയളവിൽ ജോലിയില്ലാതെ ഇരിക്കുന്ന ഭർത്താവിനെ പരിഹസിക്കുന്നത് മാനസിക പീഡനത്തിന് തുല്യമാണെന്ന് ഛത്തീസ്ഗഡ് ഹൈക്കോടതി. ദുർഗ് സ്വദേശികളായ ദമ്പതികളുടെ വിവാഹമോചന ഹർജി പരിഗണിക്കവെയാണ് കോടതി ഇക്കാര്യം ചൂണ്ടിക്കാട്ടിയത്. ജസ്റ്റിസ് രജനി ദുബെ, ജസ്റ്റിസ് അമിതേന്ദ്ര കിഷോർ പ്രസാദ് എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് വിധി. ഭർത്താവിനെയും മകനെയും കാരണമില്ലാതെ ഉപേക്ഷിക്കുക, സാമ്പത്തിക ബുദ്ധിമുട്ടുകൾക്കിടയിൽ ഭർത്താവിനെ പരിഹസിക്കുക, കോടതി നടപടിക്രമങ്ങളിൽ ഹാജരാക്കാതിരിക്കുക എന്നിവ പരിഗണിച്ച കോടതി ദമ്പതികൾക്ക് വിവാഹമോചനം അനുവദിച്ചു. 1996 ദമ്പതികൾ വിവാഹിതരായത്. ഇവർക്ക് 19 വയസ്സുള്ള ഒരു മകളും 16 വയസ്സുള്ള ഒരു മകനുമുണ്ട്. കോവിഡ് സമയത്ത് ഭർത്താവിന് ജോലി നഷ്ടപ്പെട്ടിരുന്നു. ഇതോടെ ജോലി നഷ്ടപ്പെട്ട് സാമ്പത്തികമായി ബുദ്ധിമുട്ടിയ ഇയാളെ ഭാര്യ പരിഹസിച്ചുവെന്ന് അഭിഭാഷകൻ കോടതിയിൽ പറഞ്ഞു. 2020 ഓഗസ്റ്റിൽ ഇരുവരും തമ്മിൽ തർക്കമുണ്ടാകുകയും 52 വയസ്സുള്ള അഭിഭാഷകയായ ഭാര്യ മകളോടൊപ്പം താമസം മാറുകയും ചെയ്തു. 2020 സെപ്റ്റംബർ മുതൽ ദമ്പതികൾ വേർപിരിഞ്ഞാണ് താമസിക്കുന്നത് എന്നും അഭിഭാഷകൻ കോടതിയെ അറിയിച്ചു. ഇതോടെ ഭാര്യയുടെ പ്രവൃത്തി ഒളിച്ചോട്ടത്തിന് തുല്യമാണെന്ന് കണ്ടെത്തിയ കോടതി ഇവരുടെ പെരുമാറ്റം ഭർത്താവിനെ മാനസിക പീഡനത്തിന് ഇരയാക്കിയതായി തുടർന്ന് വിവാഹമോചനത്തിന് അനുമതി നൽകുകയായിരുന്നു. ഉത്തർപ്രദേശിന്റെ ബുലന്ദ്ഷഹറിൽ ട്രാക്ടറിലേക്ക് ട്രക്ക് ഇടിച്ചു കയറി വൻ അപകടം. തിങ്കളാഴ്ച പുലർച്ചെ 2:10 അപകടത്തിൽ 8 പേർ മരിച്ചതായി PTI റിപ്പോർട്ട് ചെയ്തു. 43 പേർക്ക് പരിക്കുണ്ട്. തീർത്ഥാടകരുമായി പോയ ട്രാക്ടറിലേക്കാണ് അമിതവേഗത്തിലെത്തിയ ട്രക്ക് ഇടിച്ചു കയറിയതെന്ന് പോലീസ് പറഞ്ഞു. ദേശീയപാത 34-ലെ അർണിയ ബൈപ്പാസിന് സമീപമായിരുന്നു അപകടം. ട്രാക്ടറിന് പിന്നിലേക്ക് ഇടിച്ചു കയറിയ ട്രക്ക് ഇടിയുടെ ആഘാതത്തിൽ മറിഞ്ഞു. ഖാസ്ഗഞ്ച് ജില്ലയിലെ റാഫത്പൂർ ഗ്രാമത്തിൽ നിന്ന് രാജസ്ഥാനിലെ ജഹർപീറിലേക്ക് പോകുകയായിരുന്നു തീർത്ഥാടകർ. 61 പേരാണ് ട്രാക്ടറിൽ ഉണ്ടായിരുന്നതെന്നാണ് പോലീസ് പറയുന്നത്. പരിക്കേറ്റവരിൽ 3 പേരുടെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. 2025 ജാനുവരി 27, 28, മെയ് 25 തീയതികളിലെ സ്ഥലത്തെ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ പരിശോധിക്കാൻ പോലീസും മാധ്യമങ്ങളും തയ്യാറാകണമെന്ന് പ്രശാന്ത് ശിവൻ പറഞ്ഞു. ഇതേക്കുറിച്ച് വ്യക്തിപരമായി കൂടുതൽ അന്വേഷിക്കുന്നതായും പ്രശാന്ത് ശിവൻ പറഞ്ഞു. ട്രാൻസ് വനിത അവന്തിക ഉന്നയിച്ച ആരോപണങ്ങൾ ചെറുക്കാൻ അവരുടേതെന്ന് പറഞ്ഞ രാഹുൽ അവതരിപ്പിച്ച സന്ദേശത്തെക്കുറിച്ചും അന്വേഷിക്കണം. അവന്തികയുടെ വെളിപ്പെടുത്തലിന് പിന്നിൽ താനാണെന്ന ചിലരുടെ പ്രചാരണം അടിസ്ഥാനരഹിതമാണ്. രാഹുൽ MLA-യിൽ നിന്ന് വല്ലാതെ ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുവെന്ന് അവന്തിക 21-ന് ഉച്ചയ്ക്ക് സന്ദേശത്തിലൂടെ അറിയിച്ചപ്പോഴാണ് തുറന്നു പറയാൻ ധൈര്യം നൽകിയത്. കോൺഗ്രസിന് വേണ്ടാത്തവരെ തള്ളാനുള്ള സ്ഥലമല്ല പാലക്കാടെന്നും രാഹുൽ മാങ്കൂട്ടം MLA സ്ഥാനം രാജിവെക്കുന്നതുവരെ BJP ശക്തമായ സമരം തുടരുമെന്നും പ്രശാന്ത് ശിവൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണം ദേശീയതലത്തിൽ BJP ചർച്ചയാക്കി. രാഹുൽ ഗാന്ധിയോടൊപ്പം രാഹുൽ മാങ്കൂട്ടം നിൽക്കുന്ന ചിത്രം BJPയുടെ ഒഫീഷ്യൽ സമൂഹമാധ്യമ പേജിൽ പങ്കുവച്ചു. സ്ത്രീകൾക്കെതിരായ അതിക്രമണം മറ്റൊരു കോൺഗ്രസ് നേതാവിനെതിരെ കൂടി ആരോപണം എന്ന വാചകങ്ങളോടെയാണ് ചിത്രം പങ്കുവച്ചത്. രാഹുൽ ഗാന്ധിയുടെ അടുത്ത അനുയായിയും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന പ്രസിഡന്റും MLA-യുമാണ് ആരോപണ വിധേയനെന്നും ചിത്രത്തിലുണ്ട്.
രാഹുലിനെതിരെ വാർത്താസമ്മേളനം നടത്തിയ ബി.ജെ.പി. കേരള സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ കോൺഗ്രസിന്റെ ലഡ്കി ഹും ലഡ് ശക്തി ഹും ക്യാമ്പയിൻ സംബന്ധിച്ച് പരാമർശിച്ചതും ചർച്ച ദേശീയ തലത്തിൽ സജീവമാക്കാൻ ലക്ഷ്യമിട്ടായിരുന്നു. 2022 ഉത്തർപ്രദേശിൽ ബി.ജെ.പിയെ ഉന്നമിട്ട പ്രിയങ്ക ഗാന്ധി നയിച്ച സ്ത്രീ ശാക്തീകരണ ക്യാമ്പയിനായിരുന്നു ലഡ്കി ഹും ലഡ് ശക്തി ഹും. റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കുന്നതിൽ വഴിത്തിരിവായേക്കാവുന്ന റഷ്യൻ നിലപാട് മാറ്റം വെളിപ്പെടുത്തി യു.എസ്. വൈസ് പ്രസിഡന്റ് ജെ.ഡി. വാൻസ്. യുദ്ധാനന്തരം ഇനിയൊരാക്രമണത്തിൽ നിന്ന് യുക്രൈനിന് സംരക്ഷണമേകാനുള്ള നീക്കങ്ങളോട് റഷ്യ അനുകൂല നിലപാട് അറിയിച്ചതുൾപ്പെടെയാണ് വാൻസ് പരാമർശിച്ചത്. തങ്ങളുടെ പാവ സർക്കാരിനെ യുക്രൈനിൽ സ്ഥാപിക്കാനാകില്ലെന്ന തിരിച്ചറിവും അവർ പ്രകടിപ്പിച്ചു. എന്നാൽ യുദ്ധം അവർ നിർത്തുമെന്ന് ഉറപ്പിച്ചു പറയാനാകില്ല എന്നും വാൻസ് പറഞ്ഞു. യുദ്ധം തുടങ്ങി 3.5 വർഷത്തിനു ശേഷം ആദ്യമായാണ് റഷ്യ ഇങ്ങനെയൊരു നിലപാട് മാറ്റം നടത്തുന്നതെന്നും അദ്ദേഹം അറിയിച്ചു. യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും തമ്മിൽ അലാസ്കയിൽ ഏതാനും ദിവസം മുൻപ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അജണ്ട അംഗീകരിക്കും വരെ വ്ളാഡിമിർ പുടിൻ വൊളോഡിമിർ സെലൻസ്കി കൂടിക്കാഴ്ചയില്ലെന്ന് കഴിഞ്ഞ ദിവസം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർഗെയ് ലാവ്റോ നിലപാട് സ്വീകരിച്ചിരുന്നു. കൂടിക്കാഴ്ചയ്ക്ക് വ്യക്തമായ അജണ്ടയുണ്ടെങ്കിൽ ചർച്ചയ്ക്ക് പ്രസിഡന്റ് പുടിൻ തയ്യാറാണെന്ന് അറിയിച്ചിട്ടുണ്ട്. യു.എസ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഉന്നയിച്ച നിരവധി വിഷയങ്ങളിൽ വിട്ടുവീഴ്ചയ്ക്ക് റഷ്യ തയ്യാറായിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു. ഗാസ സിറ്റിയിൽ ഇസ്രയേൽ നടത്തിയ ആക്രമണങ്ങളിൽ കുട്ടികളടക്കം 63 പലസ്തീൻകാർ കൊല്ലപ്പെട്ടു. ഗാസ സിറ്റിയിലെ സെയ്ത്തൂൻ, ഷെജ്യ പട്ടണങ്ങളിൽ ഒട്ടേറെ വീടുകളും റോഡുകളും ബോംബിട്ട് തകർത്തു. ജബാലിയ പട്ടണത്തിലും രാത്രി മുഴുവനും ബോംബിംഗ് തുടർന്നു. ഈ മേഖലകൾ വലഞ്ഞ ഇസ്രയേൽ ടാങ്കുകൾ കനത്ത ഷെല്ലാക്രമണവും നടത്തി. ഇസ്രയേലിന്റെ പിന്തുണയോടെ ഗാസ ഹ്യൂമാനിറ്റേറിയൻ ഫൗണ്ടേഷൻ നടത്തുന്ന സഹായ വിതരണ കേന്ദ്രത്തിലേക്ക് പോകുകയായിരുന്ന ജനക്കൂട്ടത്തിനു നേരെയും വെടിവയ്പുണ്ടായി. ആക്രമണത്തിൽ 4 പേർ കൊല്ലപ്പെട്ടു. ആക്രമണത്തെക്കുറിച്ച് പ്രതികരിക്കാൻ ഇസ്രയേൽ സൈന്യം തയ്യാറായില്ല. അതേസമയം ഗാസയിൽ പട്ടിണി മൂലം ഒരു കുട്ടിയുൾപ്പെടെ 8 പേർ കൂടി മരിച്ചു. ഇതോടെ 115 കുട്ടികളടക്കം പട്ടിണി മരണം 289 ഗാസ സിറ്റിയിൽ നിന്ന് ആയിരക്കണക്കിന് ആളുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴിഞ്ഞുപോയെങ്കിലും ഭൂരിപക്ഷം പേരും നഗരത്തിൽ തുടരുകയാണെന്നാണ് റിപ്പോർട്ട്. ഗാസയിലെ ആകെ ജനസംഖ്യയിലെ പകുതിയോളം വരുന്ന 10 ലക്ഷം പേർ ഗാസ സിറ്റിയിലാണുള്ളത്. ഇസ്രയേൽ ആക്രമണങ്ങളിൽ ഇതുവരെ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 62,622 ഉയർന്നു. യു.എസിനെ അനുസരിക്കാൻ നടത്തുന്ന സമ്മർദ്ദത്തിന് ഒരിക്കലും വഴങ്ങില്ല എന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനെയി ദേശീയ മാധ്യമത്തിന് നൽകിയ പ്രസ്താവനയിലാണ് ഖമനെയി നിലപാട് വ്യക്തമാക്കിയത്. ഒമാൻ മധ്യസ്ഥതയിൽ യു.എസുമായി നടത്തിവന്നിരുന്ന ആണവ ചർച്ച ജൂണിൽ ഇസ്രയേൽ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ നിർത്തിവച്ചിരുന്നു. യൂറോപ്യൻ വൻശക്തികളുമായി ചർച്ച പുനരാരംഭിക്കാമെന്ന് ഇറാൻ സമ്മതിച്ചതിന് പിന്നാലെയാണ് ഖമനെയുടെ പ്രഖ്യാപനം. ആണവ വിഷയത്തിൽ യു.എസിന് ഇറാൻ വഴങ്ങില്ല, നേരിട്ട് ചർച്ചയില്ലെന്നും ഖമനെയി പറഞ്ഞു. അവർക്ക് ഇറാൻ യു.എസിന് വിധേയമാകണം എന്ന നിർബന്ധമുണ്ട്. ഇത്തരം തെറ്റിദ്ധാരണയുള്ളവർക്കെതിരെ ഇറാനിയൻ ജനത തങ്ങളുടെ മുഴുവൻ ശക്തിയോടും കൂടെ നിലകൊള്ളും. യു.എസുമായുള്ള നേരിട്ടുള്ള ചർച്ചകൾ നടത്താൻ ഞങ്ങളെ ഭീഷണിപ്പെടുത്തുന്നവർ പുറമോടികൾ മാത്രമാണ് കാണുന്നത്. യു.എസുമായുള്ള പ്രശ്നം പരിഹരിക്കാനാവാത്തതാണ്, ഖമനെയി പറഞ്ഞു. ബ്രിട്ടനിൽ ക്രിമിനൽ കുറ്റങ്ങൾ ചെയ്യുന്നവർക്ക് യാത്രാവിലക്ക് ഉൾപ്പെടെ കർശന നിരോധനങ്ങൾ ഉൾപ്പെടുന്ന ശിക്ഷയ്ക്ക് നിയമഭേദഗതി. സ്പോർട്സ്, സംഗീതവേദികൾ, പബ്ബുകൾ ഉൾപ്പെടെ ഒട്ടേറെ പൊതുവേദികളിൽ കുറ്റവാളികൾക്ക് വിലക്കേർപ്പെടുത്തും. നലലിയിൽ ഉപയോഗത്തിന് സമൂഹസേവന ശിക്ഷ ലഭിക്കുന്നവർക്ക് ആ സേവന കേന്ദ്രങ്ങളിൽ മാത്രം യാത്രാസ്വാതന്ത്ര്യം അനുവദിക്കാൻ കോടതിക്ക് അധികാരം നൽകുന്നതാണ് നിയമഭേദഗതി. എല്ലാ കുറ്റവാളികളും ഇടയ്ക്കിടെ ലഹരിവസ്തു ഉപയോഗ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടിവരും. വർദ്ധിച്ചുവരുന്ന കുറ്റകൃത്യങ്ങൾ കുറയ്ക്കുന്നതിന്റെ ഭാഗമായാണിതെന്ന് നിയമ സെക്രട്ടറി ഷബാന മഹ്മൂദ് അറിയിച്ചു. ഏത് സാഹചര്യത്തിലും എല്ലാ കുറ്റങ്ങൾക്കും വിലക്ക് ശിക്ഷ ഏർപ്പെടുത്തുന്നത് പരിഗണനയിലുണ്ടെന്നും അവർ പറഞ്ഞു. കുറ്റവാളികൾ വർദ്ധിച്ചതിന് തുടക്കം ബ്രിട്ടനിലെ ജയിലുകളിൽ ഇടമില്ലാത്ത പ്രശ്നം നേരിട്ടിരുന്നു. ഹൂത്തികളെ ലക്ഷ്യമിട്ട് യമൻ തലസ്ഥാനമായ സനായിൽ ഇസ്രയേൽ ബോംബാക്രമണം നടത്തി 2 പേർ കൊല്ലപ്പെടുകയും 5 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായാണ് റിപ്പോർട്ട്. സനായിലെ എണ്ണ ശുദ്ധീകരണശാലയും 2 വൈദ്യുത നിലയങ്ങളുമാണ് ലക്ഷ്യമിട്ടത്. സൈനിക താവളത്തിന് നേരെയും ആക്രമണമുണ്ടായതായി യമൻ TV റിപ്പോർട്ട് ചെയ്തു. ഇവിടെയാണ് പ്രസിഡന്റിന്റെ കൊട്ടാര സമുച്ചയം സ്ഥിതി ചെയ്യുന്നത്. സനായിൽ ഇസ്രയേൽ ആക്രമണം നടന്നതായി ഹൂത്തി കേന്ദ്രങ്ങൾ സ്ഥിരീകരിച്ചു. വെള്ളിയാഴ്ച ഇസ്രയേലിലേക്ക് ഹൂത്തികൾ നടത്തിയ ബാലിസ്റ്റിക് മിസൈൽ ആക്രമണത്തിന് തിരിച്ചടിയാണിത്. ഗാസ ആക്രമണം അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടാണ് ഇറാൻ പിന്തുണയുള്ള ഹൂത്തികൾ ഇസ്രയേലിനെ തിരിഞ്ഞത്. ചെങ്കടലിൽ ഒട്ടേറെ ചരക്ക് കപ്പലുകളും ഹൂത്തിക ആക്രമിച്ചു. ബീഹാർ ലെനപരിഭാഗീയ സീറ്റടവിക്കിനെ പിന്തുടരുന്ന ബീഹാർ നിയമസഭ തേർന്നുതൽ മുന്നോടി NDAയിലെ ഇടതീയ സീർക്കയിൽ അന്തിമ നിലയെ എത്തിയിരുന്നത്. ബി.ജെ.പിയും ജെ.ഡി.യുവും സമയിടങ്ങളിൽ പോട്ടിയിടുമെന്ന് വരുന്ന നിലയിൽ ദേശീയ ഊടകങ്ങൾ ചെയ്തി വെളിയിട്ടുള്ളത്. കൂട്ടണിയിൽ ഇടംപെട്ടുള്ള ചിരാഗ് പാസ്വാനിൻ ലോജനക ശക്തിയിൻ 2 സമ്മത്തിൽ സീറ്റുകൾ கிடைക്കുമെന്നും ദേശീയ ഊടകങ്ങൾ ചെയ്തി വെളിയിട്ടുള്ളത്.
2020 നിതീഷ് കുമാറിൻ തലമയിൽ JDU 115 സീറ്റുകളിൽ പോട്ടിയിട്ട് 43 സീറ്റുകളിൽ മാത്രമേ വെട്ടിപ്പെട്ടിരുന്നത്. എന്നാൽ 2020 110 സീറ്റുകളിൽ പോട്ടിയിട്ട BJP 74 സീറ്റുകളിൽ വെട്ടിപ്പെട്ടത്. ഇത്തവണയും 100 സീറ്റുകളെങ്കിലും പോട്ടിയിട വേണ്ടുമെന്നും JDU നിലപാടുള്ളത്. മൊത്തത്തിൽ 243 സീറ്റുകളുള്ള ബീഹാർ നിയമസഭയിൽ 131 എണ്ണതുവൺ ചേർക്കയാണ് NDA-யின் അംഗബലமாக இருக்கிறது. ഒക്ടോബർ നവംബർ മാതങ്ങളിലാകെ ബീഹാർ നിയമസഭ തേർന്നുതൽ നടക്കുമെന്ന് വരുന്ന നിലയിൽ മക്കളവെ എതിർക്കച്ചി തലവർ രാഹുൽ ഗാന്ധിയും RJD തലവർ തേജസ് യാദവും വോട്ടർ അധികാര യാത്രയുമായി കളം പിടിച്ചതോടെ എതിർക്കച്ചി കൂട്ടണിயின் പ്രചാരണം മണിലത്തിൽ ശക്തമായിരിക്കുന്നത്. BJP-യും JDU-വും 100-105 സീറ്റുകളിൽ പോട്ടിയിടുമെന്ന് വരുന്ന നിലയിൽ ദേശീയ ഊടകങ്ങൾ ചെയ്തി വെളിയിട്ടുള്ളത്. അതേസമയം കൂട്ടണിയിൽ പോട്ടിയിടും ചിരാഗ് പാസ്വാനിൻ കച്ചി 40 സീറ്റുകളെങ്കിലും ചേട്ടിരിക്കുന്നത്. കഴിഞ്ഞ തവണ 115 സീറ്റുകളിൽ ഒറ്റയ്ക്ക് പോട്ടിയിട്ട് ചിരാഗ് പാസ്വാനിൻ കച്ചി ഒരു സീറ്റിൽ മാത്രമേ വെറ്റിപ്പെട്ടിരുന്നത്. ஆனால் വെറ്റിപ്പെട്ട MLA പിന്നീട് JDU-വിലേക്ക് മാറിയ വിടംപെട്ടിലും കുറിപ്പെട്ടിരിക്കുന്നത്. മധ്യ அமைச்சர் മുൻ മുതൽവനാണ് ജീതൻ റാം മാഞ്ചിயின் ഹിന്ദുസ്ഥാനി അവാം മോർച്ച மற்றும் ഉപേന്ദ്ര കുഷ്വാഹയിൻ രാഷ്ട്രീയ ലോക് മർച്ച ഇങ്ങനെയുള്ള പെരിയ കച്ചികൾ കൂട്ടണിയിൽ ഇടംപെട്ടുള്ളത്. இந்த കച്ചികൾക്കും സീറ്റുകൾ വിതരണം വേണ്ടുகிறது. அதனால் சிராக் பாஸ்வானின் கட்சிக்கு போட்டியிட 40 சீட்டுகள் கிடைக்காதென நிலை. தற்போது மக்களவை எதிர்க்கட்சி கூட்டணியின் பகுதியாக உள்ள முகேஷ் சஹானியின் விகாஷீல் இன்சான் கட்சியானது NDA கூட்டணியை இலக்குகிறதென வருந்தது. இதாக பீகார் NDA കൂട്ടണിക്കുള്ള കണക്ക് പിരിപ്പ് മാറിയിരിക്കുന്നത്. കണ്ണൂർ ഇരിക്കൂരിൽ കഴിഞ്ഞ ദിവസം 30 പവനും 4 ലക്ഷം രൂപയും നഷ്ടമായ വീട്ടിലെ മരുമകളെ കർണാടക സാലിഗ്രാമിലെ ലോഡ്ജിൽ കൊല്ലപ്പെട്ട നിലയിൽ കണ്ടെത്തി. കല്യാട് ചുങ്കസ്ഥാനത്തെ AP സുഭാഷിന്റെ ഭാര്യ ദർശിതയാണ് 22 കൊല്ലപ്പെട്ടത്. കൂടെയുണ്ടായിരുന്ന സുഹൃത്ത് കർണാടക പിരിയപട്ടണം സ്വദേശി സിദ്ധരാജു 22-നെ സാലിഗ്രാം പോലീസ് അറസ്റ്റ് ചെയ്തു. ലോഡ്ജിൽ വെച്ച ദർശിതയും സിദ്ധരാജുവും തമ്മിൽ വാക്കേറ്റമുണ്ടായതായും സിദ്ധരാജു ദർശിതയുടെ വായിൽ ഇലക്ട്രിക് ഡിറ്റോനേറ്റർ തിരികെ ഷോക്ക് ഏൽപ്പിച്ച് കൊല്ലുകയും ചെയ്തതായും പോലീസ് പറയുന്നു. വെള്ളിയാഴ്ച രാവിലെയാണ് കല്യാട്ടിലെ വീട്ടിൽ നിന്ന് മകൾ അരുന്ധതിയുമായി ദർശിത സ്വന്തം നാടായ കർണാടകയിലെ ഹുൻസൂർ ബിലിക്കരയിലേക്ക് പോയത്. അന്ന് വൈകിട്ടോടെയാണ് മോഷണ വിവരം അറിയുന്നത്. ദർശിതയുടെ ഭർത്താവ് സുഭാഷ് വിദേശത്താണ്. കല്യാട്ടിലെ വീട്ടിൽ ദർശിതയ്ക്കൊപ്പം ഭർത്തൃമാതാവ് സുമതയും ഭർത്തൃ സഹോദരൻ സൂരജുമാണ് താമസം. ഇരുവരും രാവിലെ പണിക്ക് പോയി. ദർശിതയാണ് അവസാനം വീട് പൂട്ടിയിറങ്ങിയത്. വൈകിട്ട് പണി കഴിഞ്ഞ് സുമത തിരിച്ചെത്തിയപ്പോഴാണ് കവർച്ച നടന്നതായി അറിയുന്നത്. +2 വിദ്യാർത്ഥിനിയെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തി. ഉദയൻകുളങ്ങര കൊറ്റാമത്തെ KSRTC റിട്ടയർ ഉദ്യോഗസ്ഥൻ ശ്രീരാജ് സുചിത്ര ദമ്പതികളുടെ മകൾ ആർദ്രയാണ് മരിച്ചത്. ഇന്ന് രാത്രി ഭക്ഷണം കഴിക്കാൻ അമ്മ വിളിച്ചപ്പോഴാണ് ആർദ്രയെ കിടപ്പുമുറിയിൽ തൂങ്ങിയ നിലയിൽ കണ്ടത്. ഏറെ നേരം വിളിച്ചിട്ടും വാതിൽ തുറക്കാതെയായപ്പോഴാണ് അമ്മ സുചിത്ര ആർദ്രയുടെ മുറിയിലേക്ക് പോയി നോക്കിയത്. ഉടൻ തന്നെ സുചിത്ര ബന്ധുക്കളെ വിളിക്കുകയും ആർദ്രയെ നെയ്യാറ്റിൻകരയിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തുവെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ആർദ്രയുടെ പിതാവ് പുറത്തു പോയിരുന്ന സമയത്തായിരുന്നു സംഭവം. പാറശാല പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി. 6000 ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. CPIM-ലെ കത്ത് ചോർച്ചാ വിവാദത്തിൽ പരാതിക്കാരനായ മുഹമ്മദ് ഷർഷാദിനെതിരെ മുൻ ധനമന്ത്രി തോമസ് ഐസക് വക്കീൽ നോട്ടീസ് അയച്ചു. പുതിയ വിവാദങ്ങൾ വന്നപ്പോൾ മുഹമ്മദ് ഷർഷാദിന്റെ ആരോപണങ്ങളും വിവാദവും മുങ്ങിപ്പോയത് സ്വാഭാവികമാണ്. എന്നാൽ അതങ്ങനെ വിടാൻ തീരുമാനിച്ചിട്ടില്ല. തന്നെക്കുറിച്ച് പറഞ്ഞ ആക്ഷേപം പിൻവലിച്ച് മാപ്പ് പറയണം. അല്ലാത്ത പക്ഷം സിവിലെയും ക്രിമിനലെയായും നിയമ നടപടി സ്വീകരിക്കുമെന്ന് ചൂണ്ടിക്കാട്ടിയാണ് തോമസ് ഐസക് ഷർഷാദിന് വക്കീൽ നോട്ടീസ് അയച്ചത്. ഫേസ്ബുക്ക് പോസ്റ്റ് വഴിയാണ് ഷർഷാദിന് വക്കീൽ നോട്ടീസ് അയച്ച വിവരം തോമസ് ഐസക് വ്യക്തമാക്കിയത്. ബാങ്കിന്റെ ലോൺ ഒഴിവാക്കാൻ തോമസ് ഐസക് അനധികൃതമായി ഇടപെട്ടു എന്നായിരുന്നു ഷർഷാദിന്റെ കത്തിൽ പറഞ്ഞിരുന്നത്. കോഴിക്കോട് കാപ്പാട് റബിയുൽ അവൽ മാസപ്പിറവി കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ നാളെ തിങ്കളാഴ്ച റബിയുൽ അവൽ 1-ഉം നബിദിനം സെപ്റ്റംബർ 5-നും വെള്ളിയാഴ്ചയുമായിരിക്കുമെന്ന് ഖാസിമാരായ സമസ്ത കേരള ജമിയത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ, സമസ്ത ജനറൽ സെക്രട്ടറി പ്രൊഫസർ K. ആലിക്കുട്ടി മുസ്ലിയാർ, കോഴിക്കോട് ഖാസി സയ്യിദ് മുഹമ്മദ് കോയ തങ്ങൾ ജമലുൽ ലൈലി, പാണക്കാട് സയ്യിദ് സ്വാദിഖ് അലി ശിഹാബ് തങ്ങളുടെ നായിബ് കൂടിയായ കോഴിക്കോട് ഖാസി സയ്യിദ് നാസർ ഹൈ ശിഹാബ് തങ്ങൾ എന്നിവർ അറിയിച്ചു. ഒരിടവേളയ്ക്ക് ശേഷം പശ്ചിമേഷ്യയിൽ വീണ്ടും അശാന്തി പുകയുന്നു. യമൻ തലസ്ഥാനമായ സനയിൽ ഞായറാഴ്ച ഇസ്രായേൽ വ്യാപക മിസൈൽ ആക്രമണം നടത്തി. ഹൂതി വിമതരെ ലക്ഷ്യമിട്ടായിരുന്നു ആക്രമണം. സനയിലെ ഇന്ധന കേന്ദ്രങ്ങൾക്കും ഇസ്രായേൽ ആക്രമണത്തിൽ കേടുപാടുകൾ പറ്റി. ഇസ്രായേലിലേക്ക് മിസൈലുകൾ വിക്ഷേപിച്ചതായി ഹൂതികൾ അവകാശപ്പെട്ടതിന് ദിവസങ്ങൾക്ക് ശേഷമാണ് പ്രത്യാക്രമണമുണ്ടായത്. തലസ്ഥാനമായ സനയിലെ പവർ പ്ലാന്റ്, ഗ്യാസ് സ്റ്റേഷൻ എന്നിവയുൾപ്പെടെ നിരവധി പ്രദേശങ്ങളിലാണ് ആക്രമണങ്ങൾ ഉണ്ടായതെന്ന് ഹൂതി മാധ്യമ വിഭാഗം അറിയിച്ചു. പ്രസിഡന്റിന്റെ കൊട്ടാരത്തിന് സമീപത്തടക്കം വലിയ സ്ഫോടന ശബ്ദം കേട്ടതായി പ്രദേശവാസികൾ പറഞ്ഞു. മിസൈൽ ആക്രമണം ഇസ്രായേൽ ഇതുവരെ സ്ഥിരീകരിച്ചിട്ടില്ല.
ഇറാൻ പിന്തുണയുള്ള ഹൂതികൾ കഴിഞ്ഞ 2 വർഷത്തോളമായി ഇസ്രയേലിലേക്ക് മിസൈലുകളും ഡ്രോണുകളും വിക്ഷേപിക്കുന്നുണ്ട്. ചെങ്കടലിൽ ഇസ്രയേൽ കപ്പലുകളെയും മുൻപ് ഹൂതികൾ ലക്ഷ്യം വെച്ചിരുന്നു. ഗാസ ജനതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചാണ് ഇസ്രയേലിനെതിരെ ഹൂതികൾ ആക്രമണം ആരംഭിച്ചത്. റഷ്യയ്ക്കെതിരെ ഡ്രോൺ ആക്രമണം കടുപ്പിച്ച് യുക്രൈൻ. ഞായറാഴ്ച രാത്രിയാണ് പടിഞ്ഞാറൻ കുർസ് മേഖലയിലെ റഷ്യയുടെ ആണവ നിലയത്തെ ലക്ഷ്യമാക്കി യുക്രൈൻ ഡ്രോൺ ആക്രമണം നടത്തിയത്. ആക്രമണത്തിൽ നിരവധി വൈദ്യുതി ഊർജ്ജ സൗകര്യങ്ങൾ തകരാറിലായെന്ന് റഷ്യൻ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചു. ആണവ കേന്ദ്രത്തിൽ തീ പിടിച്ചെങ്കിലും പെട്ടെന്ന് അണയ്ക്കാൻ സാധിച്ചുവെന്നും അധികൃതർ വ്യക്തമാക്കി. യുക്രൈന്റെ 34ാം സ്വാതന്ത്ര്യദാന ദിവസമാണ് റഷ്യയ്ക്കെതിരായി ആക്രമണം നടത്തിയത്. 1991 സോവിയറ്റ് യൂണിയനിൽ നിന്നും സ്വാതന്ത്ര്യം പ്രഖ്യാപിച്ചതിന്റെ ഓർമ്മയിലാണ് യുക്രൈൻ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നത്. യുക്രൈൻ ആക്രമണത്തിൽ ആണവ നിലയത്തിലെ ഒരു ട്രാൻസ്ഫോമറിന് കേടുപാടുകൾ സംഭവിച്ചെങ്കിലും റേഡിയേഷൻ അളവ് സാധാരണ പരിധിക്കുള്ളിൽ തന്നെ തുടരുകയാണെന്നാണ് റഷ്യൻ വാർത്താ ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ആക്രമണത്തെക്കുറിച്ച് യുക്രൈൻ ഇതുവരെ പ്രതികരിച്ചിട്ടില്ല. റഷ്യയിലെ ലെനിൻഗ്രാഡ് മേഖലയിലെ ഉസ്ത് ലുഗ തുറമുഖത്ത് ഡ്രോൺ ആക്രമണം ഉണ്ടായതായി റിപ്പോർട്ടുകളുണ്ട്. അതേസമയം യുക്രൈന്റെ 10 ഡ്രോണുകൾ വെടിവെച്ചിട്ടതായും അധികൃതർ അറിയിച്ചു. ഇതുവരെ യുക്രൈന്റെ 95 ഡ്രോണുകൾ തങ്ങളുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ തകർത്തുവെന്നും റഷ്യൻ പ്രതിരോധ മന്ത്രാലയം അവകാശപ്പെട്ടു. കൊൽക്കത്ത ലോ കോളേജ് ബലാത്സംഗ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചു പോലീസ്. ജൂൺ 25-ന് സൗത്ത് കൊൽക്കത്ത ലോ കോളേജിൽ നടന്ന ബലാത്സംഗ കേസിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചത്. മുഖ്യപ്രതി മനോജിത് മിശ്ര വിദ്യാർത്ഥിനിയുടെ 1-ലധികം വീഡിയോകൾ ചിത്രീകരിച്ചെന്നും അതുപയോഗിച്ച് ഭീഷണിപ്പെടുത്തുകയായിരുന്നുവെന്നും 650 പേജുള്ള കുറ്റപത്രത്തിൽ പറയുന്നു. പെൺകുട്ടിയുടെ വൈദ്യപരിശോധനയിൽ ബലാത്സംഗം സ്ഥിരീകരിച്ചിട്ടുണ്ടെന്നും പ്രതിയുടെ DNA ഫോറൻസിക് സാമ്പിളുകളുമായി പൊരുത്തപ്പെടുന്നുണ്ടെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. 1-ാം വർഷ വിദ്യാർത്ഥിനിയായ പെൺകുട്ടിയെ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ മനോജിത് മിശ്ര, സായിബ് അഹമ്മദ്, പ്രമിത് മുഖർജി എന്നിവർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്തുവെന്നാണ് കേസ്. കേസിൽ 4 പ്രതികൾക്കെതിരെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പൂർവ്വ വിദ്യാർത്ഥികളായ 3 പേർക്ക് പുറമെ സുരക്ഷാ ജീവനക്കാരനും കേസിൽ പ്രതിയാണ്. പ്രതികൾ ചേർന്ന് പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ അന്വേഷണത്തിനിടെ പോലീസ് കണ്ടെത്തിയിരുന്നു. പ്രതികൾ പെൺകുട്ടിയെ ബന്ദിയാക്കി വലിച്ചിഴയ്ക്കുന്നതും CCTV ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. പ്രതികളുടെ മൊബൈൽ ഫോണുകളിൽ നിന്ന് ഇരയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുന്ന വീഡിയോകൾ കണ്ടെത്തിയിരുന്നു. ചുമരിൽ സ്ഥാപിച്ചിരുന്ന എക്സോസ്റ്റ് ഫാനിന്റെ ദ്വാരത്തിലൂടെയാണ് പ്രതികൾ ഈ വീഡിയോകൾ ചിത്രീകരിച്ചതെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. വീഡിയോയിലുള്ള ശബ്ദവും പ്രതികളുടെ ശബ്ദവും ഒന്നാണെന്ന് തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് പ്രതിയുടെ മൊബൈൽ ലൊക്കേഷൻ കണ്ടെത്തിയിട്ടുണ്ടെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നത് അറിഞ്ഞിട്ടും സുരക്ഷാ ജീവനക്കാരൻ ഗാർഡ് റൂം പൂട്ടിയെന്നും മറ്റാരെയും അറിയിച്ചില്ല എന്നും കുറ്റപത്രത്തിൽ പറയുന്നു. ഇതോടെയാണ് കേസിൽ ഇയാളും പ്രതി ചേർക്കപ്പെട്ടത്. മുഖ്യപ്രതിയും തൃണമൂൽ കോൺഗ്രസ് മുൻ വിദ്യാർത്ഥി നേതാവുമായ മനോജിത് മിശ്രയെ അറസ്റ്റ് ചെയ്യപ്പെട്ടതിന് പിന്നാലെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്തു. മുഖ്യപ്രതി കോളേജിലെ താൽക്കാലിക ജീവനക്കാരൻ കൂടിയായിരുന്നു. DRDO തദ്ദേശീയമായി വികസിപ്പിച്ച വ്യോമപ്രതിരോധ സംവിധാനം വിജയകരമായി പരീക്ഷിച്ചു. തദ്ദേശീയമായി വികസിപ്പിച്ച ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺസ് സിസ്റ്റം IADWS വ്യോമപ്രതിരോധ സംവിധാനമാണ് DRDO വിജയകരമായി പരീക്ഷിച്ചത്. ഒഡീഷയിലായിരുന്നു ഇൻ്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺസ് സിസ്റ്റത്തിന്റെ പരീക്ഷണമെന്ന് കേന്ദ്ര പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അറിയിച്ചു. ഒഡീഷ തീരത്തു നടന്ന പരീക്ഷണത്തിനിടെ വ്യത്യസ്ത ശ്രേണികളിൽപ്പെട്ട 3 വ്യത്യസ്ത ലക്ഷ്യങ്ങളെ വ്യോമപ്രതിരോധ സംവിധാനം തകർത്തെന്ന് അധികൃതർ അറിയിച്ചു. ക്വിക്ക് റിയാക്ഷൻ സർഫേസ് ടു എയർ മിസൈലുകൾ QRSAM, അഡ്വാൻസ്ഡ് വെരി ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം VSH-ORDS മിസൈലുകൾ, പവർ ലേസർ അധിഷ്ഠിത ഡയറക്റ്റഡ് എനർജി വെപ്പൺ DEW എന്നിങ്ങനെ 3 ഭാഗങ്ങളാണ് DRDO വികസിപ്പിച്ച പുതിയ തദ്ദേശീയ വ്യോമപ്രതിരോധ സംവിധാനത്തിൽ ഉള്ളത്. പരീക്ഷണഘട്ടത്തിൽ എല്ലാ ആയുധ സംവിധാന ഘടകങ്ങളും കുറ്റമറ്റ രീതിയിൽ പ്രവർത്തിച്ചെന്ന് പ്രതിരോധ മന്ത്രാലയം പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നു. എല്ലാ ആയുധ സംവിധാന ഘടകങ്ങളുടെയും സംയോജിത പ്രവർത്തനം നിയന്ത്രിക്കുന്നത് ഹൈദരാബാദിലെ പ്രതിരോധ ഗവേഷണ വികസന ലബോറട്ടറി വികസിപ്പിച്ചെടുത്ത കേന്ദ്രീകൃത കമാൻഡ് ആൻഡ് കൺട്രോൾ സെന്ററിലാണെന്നും അധികൃതർ അറിയിച്ചു. ഡ്രോണുകൾ, ശത്രുരാജ്യങ്ങളുടെ മറ്റു വ്യോമ ഭീഷണികൾ എന്നിവയുൾപ്പെടെ വ്യോമപ്രതിരോധ സംവിധാനത്തിന് തകർക്കാൻ സാധിക്കും. 300 മീറ്റർ മുതൽ 6 കിലോമീറ്റർ വരെ ദൂരെയുള്ള ലക്ഷ്യങ്ങളെ ഈ ആയുധ സംവിധാനത്തിന് നിർവീര്യമാക്കാൻ കഴിയും. ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്ന പ്രതിരോധ കവചമായ മിഷൻ സുദർശൻ ചക്രയിലേക്കുള്ള ചവിട്ടുപടിയായി IADWSനെ കണക്കാക്കാമെന്നാണ് മുതിർന്ന DRDO ശാസ്ത്രജ്ഞർ പറയുന്നത്. സ്വാതന്ത്ര്യദിന പ്രസംഗത്തിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിഷൻ സുദർശൻ ചക്ര പ്രഖ്യാപിച്ചത്. തദ്ദേശീയ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് കരുത്തു പകരുന്നതോടെ പ്രതിരോധ മേഖലയിൽ വിദേശ സംവിധാനങ്ങളെ ആശ്രയിക്കുന്നതുവഴി കുറയ്ക്കാൻ സാധിക്കുമെന്നും ഈ രംഗത്തെ വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു.
വാഷിംഗ്ടൺ. റഷ്യൻ എണ്ണ ഇറക്കുമതി ചെയ്യുന്ന വിഷയത്തിൽ ഇന്ത്യയ്ക്ക് മുന്നറിയിപ്പുമായി ഐക്യരാഷ്ട്ര സംഘടനയിലെ US മുൻ അംബാസഡർ നിക്കി ഹേലി. ഇന്ത്യ വിഷയത്തെ ഗൗരവമായി കാണണമെന്ന് നിർദ്ദേശിച്ച നിക്കി എത്രയും വേഗം USുമായുള്ള പ്രശ്നം പരിഹരിക്കണമെന്നും മുന്നറിയിപ്പ് നൽകി. നേരത്തെ റഷ്യൻ എണ്ണ വ്യാപാരത്തിന്റെ പേരിൽ ട്രംപ് ഭരണകൂടം ഇന്ത്യക്കെതിരെ നടത്തുന്ന തീരുവ യുദ്ധത്തിൽ USന് മുന്നറിയിപ്പുമായി നിക്കി ഹേലി രംഗത്തെത്തിയിരുന്നു. USും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം തകർച്ചയുടെ ഘട്ടത്തിലാണെന്നും ആഗോള ശക്തിയാകാൻ ആഗ്രഹിക്കുന്ന ചൈനയെ നിയന്ത്രിക്കണമെങ്കിൽ ഇന്ത്യയുമായി ബന്ധം പുനഃസ്ഥാപിക്കണമെന്നുമായിരുന്നു നിക്കി പറഞ്ഞത്. ലോകത്തിലെ ഏറ്റവും വലിയ 2 ജനാധിപത്യ രാജ്യങ്ങൾ തമ്മിലുള്ള പതിറ്റാണ്ടുകൾ നീണ്ട സൗഹൃദം നിലവിലെ സാഹചര്യത്തെ മറികടക്കാൻ ശക്തമായ അടിത്തറ നൽകുന്നതാ. വ്യാപാര അഭിപ്രായ വ്യത്യാസങ്ങളും റഷ്യൻ എണ്ണ ഇറക്കുമതി പോലുള്ള വിഷയങ്ങളും പരിഹരിക്കുന്നതിന് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ചർച്ച ആവശ്യമാണ്, നിക്കി എക്സിൽ കുറിച്ചു. ചൈനയെ നേരിടുക എന്ന യോജിച്ച ലക്ഷ്യത്തിൽ നിന്ന് ഇരു രാജ്യങ്ങളും പിന്നോട്ടു പോകരുതെന്നും നിക്കി മുന്നറിയിപ്പ് നൽകി. കോഴിക്കോട് സംസ്ഥാനത്ത് ഒരാൾക്ക് കൂടി അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു. കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്ന വയനാട് സ്വദേശിയായ യുവാവിനാണ് രോഗം സ്ഥിരീകരിച്ചത്. ഇതോടെ അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലുള്ളവരുടെ എണ്ണം 8ആയി. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ നിന്ന് 3 പേര് വീതവും വയനാട് ജില്ലയിൽ നിന്ന് 2 പേരുമാണ് ചികിത്സയിൽ കഴിയുന്നത്. അതേസമയം രോഗത്തിന്റെ ഉറവിടം കൃത്യമായി മനസ്സിലാക്കാൻ ഇതുവരെ ആരോഗ്യവകുപ്പിന് കഴിഞ്ഞിട്ടില്ല. കെട്ടിക്കിടക്കുന്ന കുളത്തിലോ പുഴയിലോ കുളിച്ചാലാണ് രോഗം വരാനുള്ള സാധ്യതയുള്ളതെന്നാണ് നിഗമനം. എന്നാൽ ചികിത്സയിലുള്ള 3 മാസം പ്രായമുള്ള കുഞ്ഞിനെ കിണറ്റിലെ വെള്ളത്തിൽ മാത്രമാണ് കുളിപ്പിച്ചതെന്ന് ബന്ധുക്കൾ വ്യക്തമാക്കിയിരുന്നു. ചികിത്സയിലുള്ള ചിലർ കുളത്തിലോ പുഴയിലോ കുളിച്ചിട്ടുമില്ല. ഇതോടെ ഉറവിടത്തിന്റെ കാര്യത്തിൽ കൃത്യമായ ഒരു ഉത്തരം പറയാൻ കഴിയാത്ത സാഹചര്യമാണുള്ളത്. രാഹുൽ മാങ്കൂട്ടം MLA പദവിയിൽ നിന്ന് രാജിവെക്കണമെന്ന നിലപാടിൽ ഉറച്ച് കോൺഗ്രസിലെ മുതിർന്ന നേതാക്കൾ. അതോടെ രാഹുലിനെ രാജിസമ്മർദ്ദമേറുകയാണ്. രാഹുൽ രാജിവെക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല നേരത്തെ നേതൃത്വത്തെ അറിയിച്ചിരുന്നു. ഇനിയും വെളിപ്പെടുത്തലുകൾക്ക് സാധ്യതയുള്ളതിനാൽ രാഹുൽ പദവിയിൽ തുടർന്നത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്നായിരുന്നു അദ്ദേഹത്തിന്റെ പ്രതികരണം. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് MLAയും IACC ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷിയുമായുള്ള ചർച്ചയിലാണ് അദ്ദേഹം നിലപാടറിയിച്ചത്. അതേസമയം രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജിയുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടാൻ ഒരുങ്ങുകയാണ് കോൺഗ്രസ്. രാഹുൽ രാജിവെച്ചാൽ ഉപതെരഞ്ഞെടുപ്പ് വേണ്ടിവരുമോ എന്നതിലാണ് ഉപദേശം തേടുന്നത്. രാഹുൽ മാങ്കൂട്ടം NLA പദവിയിൽ തുടർന്നതിൽ കോൺഗ്രസിനുള്ളിൽ തന്നെ അഭിപ്രായ ഭിന്നത നിലനിൽക്കുന്നുണ്ട്. രാഹുൽ രാജിവെച്ചില്ലെങ്കിൽ പ്ലാൻ B ആയി പാർട്ടിയിൽ നിന്ന് പുറത്താക്കുന്നതും പരിഗണനയിലുണ്ടെന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. എന്നാൽ രാഹുലിന്റെ രാജിയെ എതിർക്കുന്ന ഒരു വിഭാഗവും കോൺഗ്രസിനുള്ളിലുണ്ട്. രാജിയുമായി ബന്ധപ്പെട്ട രാഹുലിന്റെ അടൂരിലെ നെല്ലിമോടുള്ള വീട്ടിൽ ചർച്ചകൾ തുടരുകയാണ്. പാലക്കാട്ട് നേതാക്കൾ രാഹുലുമായി ചർച്ച നടത്തിയെന്ന വിവരങ്ങളും പുറത്തുവരുന്നുണ്ട്. രാജിയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വ്യക്തത വരുത്താനായി രാഹുൽ ഇന്നലെ വാർത്താസമ്മേളനം വിളിച്ചെങ്കിലും നേതാക്കൾ ഇടപെട്ട് വിലക്കുകയായിരുന്നു. ഇന്ന് വൈകുന്നേരത്തോടെ ചില നിർണായക പ്രഖ്യാപനങ്ങൾ ഉണ്ടാകുമെന്നാണ് നേതാക്കൾ സൂചിപ്പിക്കുന്നത്. കണ്ണൂരിൽ SFI ജില്ലാ നേതാവിന് കുത്തേറ്റു. ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വൈഷ്ണവിനാണ് കാലിന് കുത്തേറ്റത്. കണ്ണൂർ SNG കോളേജിന് സമീപത്ത് വെച്ച് ബൈക്കിലെത്തിയ 4 അംഗ സംഘമാണ് ആക്രമിച്ചത്. വൈഷ്ണവിനെ കണ്ണൂർ AKG ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. കോളേജിന് സമീപത്തെ ചായക്കടയിൽ ചായ കുടിക്കുകയായിരുന്ന വൈഷ്ണവ് ബൈക്കിലെത്തിയ 2 പേർ ഒരു പെൺകുട്ടിയെ ശല്യം ചെയ്യുന്നത് കണ്ട് ചോദ്യം ചെയ്തിരുന്നു. ഇത് വാക്കുതർക്കത്തിൽ കലാശിച്ചു. ഇതിനു പിന്നാലെ ബൈക്കിലെത്തിയവർ തിരിച്ചുപോയി 2 ബൈക്കുകളിലായെത്തി വൈഷ്ണവിനെ കയ്യിലുണ്ടായിരുന്ന പേനാക്കത്തി ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു. ഒഡീഷ തീരത്ത് ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റത്തിന്റെ ആദ്യ പറക്കൽ പരീക്ഷണം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യ. പരീക്ഷണം വിജയിച്ച വിവരം പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗാണ് തന്റെ എക്സ് പേജിലൂടെ അറിയിച്ചത്. സായുധ സേനയെ അഭിനന്ദിച്ചും അദ്ദേഹം കുറിപ്പ് പങ്കുവച്ചിട്ടുണ്ട്. ഓപ്പറേഷൻ സിന്ദൂർ നടന്ന മാസങ്ങൾക്ക് ശേഷമാണ് പുതിയ വ്യോമ പ്രതിരോധ സംവിധാനത്തിന്റെ പരീക്ഷണം നടന്നത്. ഇന്നലെ ഉച്ചയ്ക്ക് 1:30 പരീക്ഷണം നടന്നതെന്നാണ് വിവരം. ഇന്റഗ്രേറ്റഡ് എയർ ഡിഫൻസ് വെപ്പൺ സിസ്റ്റം എന്നത് ഒരു മൾട്ടി ലെയേർഡ് എയർ ഡിഫൻസ് സിസ്റ്റമാണ്. ഇതിൽ തദ്ദേശീയ പ്രതിരോധ എയർ മിസൈലുകളും ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് സിസ്റ്റം മിസൈലുകളും ഹൈ പവർ ലേസർ ഡയറക്റ്റഡ് എനർജി വെപ്പൺസും ഉൾപ്പെടുന്നു. ഇത് ശത്രുരാജ്യത്ത് നിന്ന് വരുന്ന ഒന്നിലധികം ഡ്രോണുകൾ, മിസൈലുകൾ, മൈക്രോ യുവികൾ എന്നിവയെ തടയാൻ സഹായിക്കുന്നു. IADWSന്റെ വിജയകരമായ വികസനത്തിന് DRDOയെയും ഇന്ത്യൻ സായുധ സേനയെയും ഞാൻ അഭിനന്ദിക്കുന്നു. ഈ പരീക്ഷണം വിജയം നമ്മുടെ രാജ്യത്തിന്റെ പ്രതിരോധശേഷിയെ കൂട്ടി. ശത്രുക്കളുടെ വ്യോമഭീഷണികൾക്കെതിരായി രാജ്യത്തിന്റെ പ്രതിരോധം ശക്തിപ്പെടുത്തുന്നതാണ് ഇത് എന്ന്
പ്രതിരോധ മന്ത്രി കുറിച്ചു. ലൈംഗിക ചൂഷണാരോപണങ്ങളിൽ രാജ്യസമ്മർദ്ദം ശക്തമായതോടെ പാർട്ടി എടുക്കുന്ന തീരുമാനത്തിനു ഒപ്പം എന്ന സൂചന നൽകി രാഹുൽ മാങ്കൂട്ടത്തിൽ. വോട്ട് അധികാർ യാത്രയിൽ പങ്കെടുക്കുന്ന രാഹുൽ ഗാന്ധിയുടെ ചിത്രവുമായുള്ള ഫേസ്ബുക്ക് പോസ്റ്റ് രാഹുൽ മാങ്കൂട്ടത്തിൽ പങ്കുവച്ചു. ട്രാൻസ്ജെൻഡർ അവന്തികയുടെ ആരോപണങ്ങൾ തള്ളിയ ശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്ന് മാധ്യമങ്ങളെ കണ്ടിരുന്നു. ഇതിന് തൊട്ടുപിന്നാലെയായിരുന്നു ഫേസ്ബുക്കിൽ പോസ്റ്റ്. സംഘടിതമായി ആക്രമിച്ചിട്ടും കുറ്റപ്പെടുത്തിയിട്ടും സ്തുതിപാഠകർ വിമർശകരായിട്ടും പരിഭവങ്ങളില്ലാതെ രാഹുൽ ഗാന്ധി പോരാടുന്നു എന്നാണ് രാഹുൽ പോസ്റ്റിൽ കുറിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് പ്രസ്ഥാനമാണ് വലുതെന്നും പദവികൾക്കപ്പുറം അയാൾ കോൺഗ്രസുകാരനാണെന്നും പോസ്റ്റിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പറയുന്നു. ഉത്തർപ്രദേശിലെ ഗ്രേറ്റർ നോയിഡയിൽ സ്ത്രീധനത്തിന്റെ പേരിൽ യുവതിയെ തീകൊളുത്തിക്കൊന്ന സംഭവത്തിൽ കസ്റ്റഡിയിലെടുത്ത ഭർത്താവിനെ വെടിവെച്ച് കീഴ്പ്പെടുത്തി പോലീസ്. കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചതിനാണ് യുവതിയുടെ ഭർത്താവിന് നേരെ വെടിയുതിർത്തത്. കഴിഞ്ഞ ദിവസമാണ് നിക്കി എന്ന യുവതി അതിദാരുണമായി കൊല്ലപ്പെട്ടത്. സംഭവത്തിന്റെ നടുക്കുന്ന ദൃശ്യങ്ങൾ പുറത്തുവന്നിരുന്നു. നിക്കിയുടെ ഭർത്താവ് വിപിനും മറ്റൊരു സ്ത്രീയും ചേർന്ന് നിക്കിയുടെ മുടിയിൽ പിടിച്ച് വലിക്കുന്നതും ഉപദ്രവിക്കുന്നതുമാണ് ഒരു ദൃശ്യത്തിലുള്ളത്. ഷർട്ട് ധരിക്കാതെ നിൽക്കുന്ന വിപിന്റെ പുറത്തും വയറിലും ചോരപ്പാടുകളും കാണാം. കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ച വിപിനെ പിന്തുടർന്ന പോലീസ് ഗ്രേറ്റർ നോയിഡയുടെ സിർസ റൗണ്ട് അബൌട്ടിന് സമീപത്ത് വച്ച് കാലിൽ വെടിവെച്ച് കീഴ്പ്പെടുത്തുകയായിരുന്നു. തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സംഭവത്തിൽ കുറ്റബോധമില്ലെന്നും നിക്കി സ്വയം മരിച്ചതാണെന്നും ആശുപത്രിയിൽ വെച്ച് വിപിൻ പറഞ്ഞു. എനിക്കൊരു കുറ്റബോധവുമില്ല, ഞാൻ അവളെ കൊന്നിട്ടില്ല, അവൾ സ്വയം മരിച്ചതാണ്. ഭാര്യ ഭർത്താക്കന്മാർ വഴക്കിടാറുണ്ട്, അത് വളരെ സാധാരണമാണ് എന്ന് വാർത്താ ഏജൻസിയായ ANIയോട് വിപിൻ പറഞ്ഞു. രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ആരോപണത്തിൽ ഉറച്ച് ട്രാൻസ്ജെൻഡർ അവന്തിക. രാഹുലിനെതിരായ വെളിപ്പെടുത്തലിന് മുൻപുള്ള സംഭാഷണമാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. മുൻപ് രാഹുൽ മോശമായി പെരുമാറിയപ്പോൾ ജീവന് ഭീഷണിയുണ്ടായിരുന്നതുകൊണ്ടാണ് തുറന്നു പറയാതിരുന്നത് എന്നും അവന്തിക പറഞ്ഞു. രാഹുലുമായുള്ള വാട്സപ്പ് ചാറ്റ് പുറത്തുവിട്ടതിന് പിന്നാലെ വലിയ സൈബർ ആക്രമണമാണ് നേരിടുന്നത്. അന്ന് ഞാൻ ഭയന്നാണ് പറയാതിരുന്നത്. ഇപ്പോഴും ടെൻഷനാണ്. സൈബർ ആക്രമണം നിരന്തരമുണ്ടാകുന്നു. എന്റെ അടുത്ത് ചോദിച്ചതുകൊണ്ട് മാത്രമാണ് ഞാൻ ഈ സംഭാഷണം അയച്ചുകൊടുത്തത്. രാഹുലുമായി നല്ല സുഹൃത്ത് ബന്ധമുണ്ടായിരുന്നു. ആ സമയത്താണ് മോശമായി സംസാരിച്ചത്. രാഹുലുമായി സംസാരിച്ച മെസ്സേജുകൾ അപ്രത്യക്ഷമായിരിക്കുകയാണ്. ടെലിഗ്രാമിൽ വാനിഷിംഗ് മോഡിലിട്ടാണ് രാഹുൽ ചാറ്റ് ചെയ്തത്. അത് വീണ്ടെടുക്കാൻ സാധിച്ചാൽ തെളിവ് ലഭിക്കും. ഓഗസ്റ്റ് 1 മുൻപുള്ള സന്ദേശങ്ങളിലാണ് രാഹുൽ എന്നോട് മോശമായി പെരുമാറിയത്. നിയമപരമായി മുന്നോട്ടു പോയാൽ ആ മെസ്സേജുകൾ വീണ്ടെടുക്കാൻ സാധിക്കും. ഞാൻ ആരുമായും ഗൂഢാലോചന നടത്തിയിട്ടില്ല. രാഹുൽ പുറത്തുവിട്ട തെളിവുകൾ വാട്സപ്പ് സന്ദേശങ്ങളാണ്. എന്നാൽ ടെലിഗ്രാമിലെ സന്ദേശങ്ങളിലാണ് മോശമായി സംസാരിച്ചത്. അത് വാനിഷിംഗ് മോഡിലാണ് അയച്ചത്. ജീവന് ഭീഷണി ഉണ്ടായിരുന്നതുകൊണ്ടാണ് തുറന്നു പറയാതിരുന്നത് എന്ന് അവന്തിക പറഞ്ഞു. ടോട്ടൽ ഫോർ യു തട്ടിപ്പ് കേസിൽ നടി റോമ മൊഴി നൽകി. കേസിൽ 179 സാക്ഷിയായിട്ടാണ് മൊഴി നൽകിയത്. ടോട്ടൽ ഫോർ യു കമ്പനിയുടെ ആൽബം പുറത്തിറക്കുന്നതിന് വിന്യസിച്ചിട്ട് പരിപാടിയിൽ പങ്കെടുത്തു എന്നും റോമ മൊഴി നൽകി. ഉദ്ഘാടനം നിർവഹിച്ച ശേഷം മടങ്ങി. ശബരിനാഥിനെയോ മറ്റു ടോട്ടൽ ഫോർ യു അംഗങ്ങളെയോ പരിചയമില്ലെന്നും നടിയുടെ മൊഴിയിൽ പറയുന്നു. ടോട്ടൽ ഫോർ യു കേസുമായി ബന്ധപ്പെട്ട് ആദ്യം രജിസ്റ്റർ ചെയ്ത കേസാണ് കോടതി പരിഗണിക്കുന്നത്. കേസിലെ 1-ാം പ്രതി ശബരിനാഥ് നേരത്തെ കുറ്റം സമ്മതിച്ചിരുന്നു. തിരുവനന്തപുരം അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിസ്താരം നടക്കുന്നത്. 2007 ഓഗസ്റ്റ് 30 മുതൽ 2008 ഓഗസ്റ്റ് 20 വരെയാണ് കേസിനാസ്പദമായ സംഭവം. ടോട്ടൽ ഫോർ യു, ഐനെസ്റ്റ്, ടോട്ടൽ ഫോർ യു എന്നീ പേരുകളിലായിരുന്നു തട്ടിപ്പ്. RBI ലൈസൻസ് ഉണ്ടെന്ന് നിക്ഷേപകരെ തെറ്റിദ്ധരിപ്പിച്ചു. നിക്ഷേപ തുകയുടെയും കാലാവധിയുടെയും അടിസ്ഥാനത്തിൽ 20 മുതൽ 80% വരെയുള്ള നിക്ഷേപ പദ്ധതിയുണ്ടെന്നും കാലാവധി കൂടുന്തോറും വളർച്ചാ നിരക്ക് കൂടുമെന്നും വിശ്വസിപ്പിച്ചാണ് തട്ടിപ്പ് നടത്തിയത് എന്നാണ് പ്രോസിക്യൂഷൻ കേസ്. ടോട്ടൽ ഫോർ യു മാനേജിംഗ് ഡയറക്ടർ ശബരിനാഥ്, നെസ്റ്റ് സൊല്യൂഷൻസ് ജനറൽ മാനേജർ ബിന്ദു മഹേഷ്, സിഡ്കോ മുൻ സീനിയർ മാനേജർ ചന്ദ്രമതി, ശബരിയുടെ പ്രൈവറ്റ് സെക്രട്ടറി പ്രമോദ് ഐസക്, രാജൻ, ബിന്ദു സുരേഷ്, ക്യാൻവാസിംഗ് ഏജന്റുമാരായ ഹേമലത, ലക്ഷ്മി മോഹൻ തുടങ്ങിയവരാണ് കേസിലെ പ്രതികൾ.